അച്യുതം കേശവം രാമനാരായണം. ഉണ്ണിയേ, എന്തോ? അമ്മ ഇവിടെ ഇരിക്കുന്നതൊക്കെ കാണാതായോ നീയേ? വാ, ഇവിടെ വന്നിരിക്കി. എന്ത് കോലാണ് ഉണ്ണിയത്? കല്യാണം കഴിഞ്ഞ ആകെ 1.5-2 മാസം ആവുന്നല്ലേ ഉള്ളൂ. ഇതെന്താ നീ ക്ഷീണിച്ചോണ്ടിരിക്കുന്നേ? ഭയങ്കര ജോലിത്തിരക്കാണ്. ഞാൻ നോക്കിയപ്പോ എങ്ങനെ ഉണ്ടായതാ? ഇപ്പൊ ഭയങ്കരായിട്ട് ക്ഷീണിച്ചു. അവള് നിനക്ക് ഭക്ഷണമൊക്കെ തരുന്നുണ്ടോ ശരിക്കും? അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് പണിയെടുക്കാനൊന്നും വയ്യ. അതുകൊണ്ട് അമ്മ അടുക്കളയിലൊന്നും കേറാത്തെ. നിനക്കറിയാലോ. അമ്മ ഒന്നും ചോദിച്ചേണ്ട, അവളുണ്ടല്ലോ ചോദിച്ചേ. ആ, അവള് ചെയ്തോളും. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? ഒന്നിപ്പം അമ്മയോടൊന്നും പറയാറൊന്നുമില്ല. നീ എത്ര ദിവസമായടാ അമ്മൂനൊന്ന് വിളിച്ചിട്ട്? നീ അവളെയും മറന്നാ കല്യാണം കഴിഞ്ഞതോടെ? വിരുന്ന് അത് ഇതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 1.5 മാസത്തോളം പോയി. ഈ കുറച്ച് ദിവസത്തിന്റെ ഇടയ്ക്ക് അവളെ ഒന്ന് വിളിച്ചാ നീ? അവളിപ്പം എന്നെ വിളിച്ചായിരുന്നു. അവൻ എന്നെ വിളിക്കുന്നില്ല അമ്മേ, എന്നോട് അവന് പഴയ സ്നേഹമൊന്നുമില്ലാന്ന്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഉണ്ണിയല്ലേ, അവന് പണിയുടെ തിരക്കാണ്, പിന്നെ വിരുന്നിനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. നാളെ നീ എന്തായാലും മറക്കാതെ അവളെ വിളിച്ചേക്കണം കേട്ടോ. അവളെന്തേ അമ്മ? ഞാൻ ഒന്ന് പോയിട്ട് വരാം. ചെല്ല് ചെല്ല്, അവളടുത്ത് പോയിട്ട് വാ. ചെല്ല് ചെല്ല്. എന്താടി ഇന്ന് കറിയൊക്കെ വെച്ചത്? ചോറും പിന്നെ മോരുകറിയും പിന്നെ തോരനും. എന്തേ ഇന്ന് മീനൊന്നും കിട്ടിയില്ലേ ഇവിടെ? ഇല്ല അമ്മ, എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ മീൻ വച്ചില്ല. ഓഹോ, അങ്ങനെ. ഓ, കല്യാണം കഴിഞ്ഞപ്പോ വന്ന മാറ്റങ്ങളായിരിക്കും ഇത്. നീ അവനെ ഓദിച്ചതായിരിക്കും അല്ലേ മീൻ മേടിക്കണ്ടെന്നുള്ളത്? ഓ അല്ല അമ്മ, ഞാൻ വയ്യാട്ടമ്മ. ശരി ശരി, നിന്റെ വേലത്തരൊന്നേ ഈ വീട്ടില് നടക്കില്ല, മനസ്സിലായോ? അല്ലെങ്കിൽ മനസ്സിലാക്കിക്കോ നീ, കേട്ടോ? അമ്മൂനെ ഒന്ന് വിളിച്ച് കാര്യം പറഞ്ഞേക്കാം. ഓ, എങ്ങനെയാണ് ഈ കുണാപ്പ് ശരിയാക്കുന്നതാവും. ഹലോ അമ്മോ, അമ്മയാണെടി. ഓ, എന്ത് വിശേഷം? ഇവിടെ ഒരുത്തീനെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. അന്ന് തുടങ്ങിയ കഷ്ടകാലം അവിടെ. നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് കാണാറില്ലല്ലോ. ഞാൻ വന്നോടനെ അവനോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ വിളിക്കാൻ. നീ അപ്പൊ വിളിക്കുമ്പോ 4 എണ്ണം കൂട്ടി പറഞ്ഞേക്ക്, കേട്ടാ? ഓ, എഴുന്നേറ്റിട്ടുണ്ട് തമ്പുരാട്ടി. അവള് വെച്ചുണ്ടാക്കി തരുന്നത് തിന്നണം. അതാണ് ഇപ്പൊ എന്റെ വിധി, അല്ലാണ്ട് എന്ത് പറയാനാ? ഒന്നിനും വെളിവില്ലാത്തൊരു സാധനം. എന്റെ മകന്റെ കഷ്ടകാലം അല്ലാതെ എന്താ? അല്ലാതെ ഇത്രയും പെമ്പിള്ളേരെ കണ്ടിട്ട് കിട്ടിയൊരു സാധനത്തിനെ കണ്ടാ? എല്ലാം വിധിയുടെ വിളയാട്ടം. ശരി മോളെ, നിങ്ങളെ എന്തോ ടൂറൊക്കെ പോണെന്ന് പറഞ്ഞല്ലോ. സന്തോഷിച്ച് അടിച്ചു പൊളിച്ചിട്ടൊക്കെ വന്നാ മതി കേട്ടാ. നീ അവിടെ പണിയൊന്നും ചെയ്യണ്ട കേട്ടടി മോളെ. ശരി ശരി. ശരി, അവനെ ആനന്ദിനെയും കൂടി ചോദിച്ചെന്ന് പറഞ്ഞേര്. ശരി അമ്മ, വെച്ചോട്ടെ. ശരി മോളെ, ശരി ശരി. അച്യുതം കേശവം രാമനാരായണം.